സോ ഗൈസ് ലൈക്ക് ആൻഡ് കമന്റ് നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയാ. അതുപോലെ കാരണം ഡിപ്രഷനിലാണ് കൊച്ചു. ഇപ്പൊ മാറിയിട്ട് ഡിപ്രഷൻ മാറി. കാരണം പൊറോട്ട ബീഫും കൊടുക്കാതാണ് ഇപ്പൊ ശരിയാണ്. സോ എനിക്ക് അവളുടെ ചിരി കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബിലോ. അടുത്ത ജന്മത്തിലില്ല, ഈ ജന്മത്തിലില്ല. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചോദിച്ച് പ്രാർത്ഥിച്ചാലും എനിക്കത് നടത്താൻ. ജോന് അടുത്ത ജന്മം വേറൊരു കുരങ്ങനെ കെട്ടിയാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നലെ ലൈവിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായത് ഇന്ന് ഷിലുവിന്റെ അച്ചാര കല്യാണമാണെന്ന്. അപ്പൊ നമ്മൾ അതിന് പോയിക്കൊണ്ടിരിക്കണേയാണ്. അറിയാം, ജോഡ സിസ്റ്ററാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. മൂത്ത സിസ്റ്റർ അല്ലേ ആഡന്റ് ആണ്. അപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാവർക്കും പോസ്റ്റ് കൊടുത്തു. കാരണം നമ്മള് പറഞ്ഞ സമയം 10 ഇപ്പൊ പറഞ്ഞത് 11:45 അപ്പൊ അത്യാവശ്യം ചെറിയ പോസ്റ്റ് ആയി പോയി. നമ്മള് ഇനിയിപ്പ അവിടെ കടവന്തര ചെന്നിട്ട് നേരെ പൂമാരടാണ് സ്ഥലം. അതുകൊണ്ട് വലിയ ദൂരം ഇല്ല. ബാക്കി വിശേഷങ്ങള് അവിടെ ചെന്നിട്ട് കാണിച്ചത് ഗൈസ്. സായിക്കുട്ടനും സേറയൊക്കെ അമ്മോ സേറനെ കണ്ട, സായുവിനെ കണ്ട. ഗൈസ് അപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ എത്തി. എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. കല്യാണത്തിന് പിള്ളേരൊക്കെ കുറച്ച് നേരത്തെ റെഡി ആയിട്ടിങ്ങനുണ്ട്. നിങ്ങളൊക്കെ അടുത്ത സീനായിട്ടുള്ളതാണ്. ചിഞ്ചു, എൽസാൻഡി, മമ്മി, ഡാഡിനെ കുറച്ച് വ്ളോഗ്സിലേ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ ഇത്രയും പേരാണ് കയറിയത്. ബാക്കിയുള്ള വണ്ടിയിലുള്ള വിശേഷങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ മരട് എത്തി കേട്ടോ. പപ്പയുടെയൊക്കെ വണ്ടി ഫസ്റ്റ് എത്തിയാണ്. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിള്ളേരൊക്കെ അത്യാവശ്യം ടയേർഡായി. അവിടെ എത്തിയപ്പോൾ ഫുൾ ഓണായിട്ടോ. അങ്ങനെ കല്യാണ ചെക്കനായിട്ടോ ആ നിൽക്കുന്നത്. അനൂപ് എന്നാണ് പേര്. അങ്ങനെ ഞങ്ങളെ കാത്തിരുന്ന് അവരൊക്കെ മടുത്തു എന്ന് തോന്നുന്നു. കാരണം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു ഹാമ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കല്യാണ ചെക്കന് കൊടുക്കാൻ വേണ്ടി. ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അത് നമ്മൾ കൊടുത്തിട്ടോ. നമുക്ക് എടുക്കാൻ പറ്റില്ല. കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയൊക്കെ തിരക്കായിരുന്നു. ഇവളാണെങ്കിൽ അത് നേരത്തെ കൊണ്ടുവച്ച് കല്യാണ ചെക്കനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ആ ഒരു ഷോട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് നമ്മൾ അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിൽ പോകണേന് അച്ചാര കല്യാണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത്? അതായത് ചെക്കൻ്റെ വീട് കാണാൻ പോണേന് നമ്മൾ ഓരോ പേരുകളാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇച്ചാൻ്റെ ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം ഈ ഒരു ഫംഗ്ഷനാണ് നമ്മളെല്ലാ ഫാമിലിയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടൊരു ഫംഗ്ഷൻ ഇതായിരുന്നു. അപ്പോൾ സോ എല്ലാവരെയും പരിചയപ്പെടുത്തി. ബേബിനെ ഇടയ്ക്ക് ഫീഡ് ചെയ്യണതുകൊണ്ടാവാം എനിക്ക് കുറച്ച് ടയർനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 months ഒക്കെ ആവണുള്ളൂ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്. അതിൻ്റെ ഒരു ടയർനെസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു സെക്കൻഡ് ഫംഗ്ഷനാണ്. ഷിലുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു മാരേജ് ആയിരുന്നു. സോ എൻ്റെ ഡെലിവറി കഴിഞ്ഞ കാരണം എനിക്ക് ഒരുപാട് ഇതിലേക്ക് എൻഗേജ് ആകാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആയിരിക്കുന്ന ഒരു ഹാമ്പർ കണ്ടല്ലോ, ഗിഫ്റ്റ് ഹാമ്പർ, അതാണല്ലോ നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പ്രയർ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാ ചടങ്ങുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞു ചടങ്ങ്, ഒരു കേക്ക് കട്ടിങ് ആണ് നമ്മൾ ഫസ്റ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അതിൽ ഉറപ്പീരെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണല്ലോ ഞാൻ അച്ചാര കല്യാണത്തിന് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഇതുവരെ ഒരു അച്ചാര കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവുകളായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരു ഫംഗ്ഷനെന്ന്. അപ്പോൾ സോ എന്തായാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം നല്ലൊരു ഫാമിലി ആയിരുന്നു. സോ എല്ലാവരും പ്രാർത്ഥിക്കണം അവൾക്ക് വേണ്ടിയിട്ട്. സോ എല്ലാ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനും ഇത് തന്നെയായിരുന്നു. ഈ ഇയറിലെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും ഇത് തന്നെയാണ്. അപ്പോൾ സോ അവർ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്വീറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫസ്റ്റ് ബിഗിനിങ് തന്നെയായിരുന്നു. അവരുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സോ എനിക്ക് അവളുടെ ചിരി കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ഫാമിലി അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ കുറേ ഇമോഷണൽ ആവുന്നുണ്ട് അവളുടെ ഓരോ കാര്യം പറയുമ്പോൾ. അത് വേറെ ഒന്നും കൊണ്ടല്ല, കൊച്ചിലെ മുതൽ നമ്മൾ ഈവൻ സിസ്റ്റേഴ്സ് പോലെ ആയിരുന്നില്ല, ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും സീക്രറ്റ്സ് ഒക്കെ ഞാൻ അവളോടായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സോ അവളും ഇന്ന് വേറൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകും, ഭയങ്കര ഇൻറ്റിമസി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവളും വേറൊരു ഫാമിലിയിലോട്ട് പോവാണ്, ഞാനൊരു ഫാമിലിയിലോട്ട് പോകണം. പിന്നെ അതുപോലെ ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. അപ്പോൾ സോ ഞങ്ങൾ 2 പേരും കല്യാണം കഴിച്ച് പൊതുവെ പോകുമ്പോൾ ഏറ്റവും ഇളയതായ അവളായിരിക്കും കേട്ടോ ഇനി ഒറ്റയ്ക്കാവണം. അപ്പം അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവില്ല എന്നൊക്കെ കുറച്ചൊക്കെ കുഞ്ഞു സങ്കടമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവളെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ 3ാമത്തെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരേ സമയം തന്നെ നമുക്ക് സന്തോഷവും
സങ്കടവും കൂടെ വന്നൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ എല്ലാം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു കുഞ്ഞു സമയം കിട്ടിയുള്ളൂ. ആ സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ചു. ഇവളിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ മാരേജ് കഴിഞ്ഞാൽ അവൾ അവളുടെ ലൈഫായി. ഇപ്പം ഞാൻ തന്നെ 3 കുഞ്ഞുങ്ങളായപ്പോൾ എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ബിസി ആയിപ്പോയി. കാരണം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഏജ് ആൻഡ് എവറിത്തിങ് ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുവരെ എനിക്ക് കുറേയൊക്കെ ഇല്ലാണ്ടായിപ്പോയി. സോ ഇനി അവളും അവളുടെ ലൈഫിൽ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കില്ലേ. അപ്പോൾ ഈവൻ നമ്മുടെ ഇൻറ്റിമസി പോവോ അങ്ങനെയൊക്കെ ഒത്ത് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം മാരേജ് അവൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്ന ഒരു ചെക്കനായിരുന്നു. നല്ല അടിപൊളി ചെക്കനായിരുന്നു. സോ അവൾക്ക് നന്നായിട്ട് ചേരുന്ന ഒരാളായതുകൊണ്ട് അവളുടെ ലൈഫിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു ഗേളും ഒരു ബോയും ആണെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ എന്തായാലും ഒരു മാരേജ് ഒക്കെ തന്നെ അനിവാര്യമാണ്. ഒരു കുഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ലൈഫൊക്കെ വരുമ്പോഴാണ് ഒരു ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ അവൾ മാരേജ് ഒന്നും വേണ്ട എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമായി. മമ്മിക്കാണ് ഞങ്ങളെല്ലാവരേക്കാളും കൂടുതൽ സന്തോഷമായത് മമ്മിക്കായിരുന്നു. സോ ഞാൻ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടാണ് പറയുന്നത്. കാരണം ലൈഫിൽ അവൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സങ്കടത്തിൽ കൂടെയൊക്കെ വന്നിട്ട് അവർക്കൊരു നല്ലൊരു ഫാമിലി ലൈഫും കൂടെ ഫാമിലിനെ കിട്ടിയപ്പോൾ അത് നമ്മൾ അവിടെ നിന്നപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി പേഴ്സണെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ലൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നല്ലൊരു ഫാമിലി കിട്ടിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചെക്കനെ കിട്ടിയതിന് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ നമ്മുടെ ബ്ലഡ് റിലേഷൻ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ അവരെപ്പോഴും സേഫായിട്ട് ഇരിക്കണം. എൻ്റെ പപ്പേനെയും മമ്മിയാണെങ്കിൽ എപ്പോഴും സേഫായിട്ടിരിക്കണം, അവരെ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ അവരെ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാപ്പിനെസ് നമുക്കുണ്ടെങ്കിലും ഉണ്ടാവില്ല. സോ ആ രീതിയിലൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുന്ന ഒരു പേഴ്സണായിരുന്നു. സോ അവൾക്കൊരു നല്ല ഫാമിലി കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അവളുടെ ഫേസിൽ ആ ഒരു സന്തോഷം നല്ലപോലെ ഉണ്ടായിരുന്നു. 2 വാക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സോ നമ്മളെല്ലാവരും സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിലേക്ക് കടന്നു കേട്ടോ. ഫുഡ് നമുക്ക് ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു, ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാത്തവർക്ക് ബിരിയാണി. സോ ഫുഡ് ആദ്യം കുട്ടികൾക്ക് കൊടുത്തിട്ട് എനിക്ക് എന്തായാലും കഴിക്കാനുള്ളൊരു ഇത് വരുത്തപ്പോൾ അതുങ്ങൾക്ക് ഞാൻ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ബേബിയുടെ ഡയപ്പർ മാറ്റുന്ന തിരക്കും കാര്യങ്ങളായിരുന്നു. ഇതിൻ്റെ പപ്പയുടെ അനിയത്തിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിറങ്ങണേൻ്റെ ഒരു ചടങ്ങാണ്. ചടങ്ങുകളെന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങൊന്നും ഉണ്ടായില്ല. നമ്മളൊരു മന്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും സമയം നോക്കിയിട്ട് നമുക്ക് നല്ല ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. മാസം എന്തായാലും ഒക്ടോബർ ആയിരിക്കും മാരേജ് ഫംഗ്ഷൻ വരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പം ജോ വഴക്കാണ്ട കേസ് അതെങ്ങനെ ഇരിക്കുന്നത്. ജോനെ ഞാൻ നോക്കുന്നില്ല. ജോനെ അടുത്ത ജന്മം വേറൊരു കുരങ്ങനെ കെട്ടിയാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു വേറൊരു കുരങ്ങനെ കെട്ടിയാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അടുത്ത ജന്മത്തിലിട്ടാ, ഈ ജന്മത്തിലില്ല. അതങ്ങനെയാണ്. കാരണം ഡിപ്രഷനിലാണ് കൊച്ചു. ഇപ്പം മാറിയിട്ട് ഡിപ്രഷൻ മാറി. കാരണം പൊറോട്ടയും ബീഫും കൊടുക്കാതാണ് ഇപ്പം ശരിയാണ്. എന്താ ഐസ് കഴിച്ചപ്പോ നമ്മ ഇപ്പൊ പുണ്യാളടുത്ത് അമ്മണ്ണ കലൂര് എവിടെ പോണേ നമ്മള് അപ്പൊ ഗൈസ് പോയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് കലൂര് പുണ്യാളിന്റെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഇറക്കി ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറേ നാളായി പുണ്യാളെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു പുണ്യാളാണ് കേട്ടോ ഈ നമ്മുടെ കലൂരുള്ള അന്തോണീസ് പുണ്യാളൻ. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചോദിച്ച് പ്രാർത്ഥിച്ചാലും എനിക്കത് നടത്താറുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം അവളുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടാവുന്നു. സോ എനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. ബിക്കോസ് ഒരേ സമയം തന്നെ സന്തോഷവും സങ്കടം ഒരു മൊമെൻറ്റ് പറയാൻ റീസൺ ഒന്നുമല്ല. ഇന്ന് അവളുടെ മാരേജൊക്കെ ഉറപ്പിച്ചൊരു ദിവസമാണ്. അറ്റ് സെയിം ടൈം അവൾ പോവാണല്ലോ എന്നുള്ളൊരു സങ്കടവും ഉണ്ട്. സോ അതാണ് ഞാൻ സന്തോഷവും സങ്കടവും എന്ന് പറഞ്ഞത്. അപ്പോൾ സോ അവൾ ഇന്ന് തന്നെ കല്യാണം കഴിച്ച് പോകുന്നല്ല, പക്ഷെ ഉറപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് അവൾ പോവാണല്ലോ എന്നതൊരു സങ്കടം. പക്ഷേ അവളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ദൈവം കൊടുത്തതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നൊരു ദിവസമാണ്. കാരണം അവൾക്ക് ഒരാൾ ഇഷ്ടമാവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പറ്റും. ആരും ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. സോ
ഇതുവരെയും ഒരു ലവ് അഫെയർ പോലും ഉണ്ടായിട്ടില്ല ഈ ഒരു ഇത്രയും കാലമായിട്ട് പോലും ആൾക്ക്. അപ്പം സോ ഷീസ് വെരി ഭയങ്കര വീട്ടിലെ ഫാമിലി പേഴ്സൺ ആയിരുന്നു. പപ്പയും മമ്മിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേഴ്സൺ കൂടെ ആയിരുന്നു. സോ പിന്നെ അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്നു ഒരു പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പൊറോട്ട കഴിക്കുന്നത് 5 പൊറോട്ട വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ മേടിക്കുന്നുണ്ട്. നല്ല ചൂട് പൊറോട്ടയാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് ബാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു സർബത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണ്. ഉച്ചോട്ട് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ മറന്നു കഴിക്കും. അപ്പോൾ ഇപ്പം സർബത്ത് അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിൽ തന്നെ വന്നത്. എന്താ ലൈറ്റ് ഇട്ടാല് ബേബി പറയണോ ജോ ജോ സർബത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് വൈകിട്ട് വിട്ടുപോയി. കാരണം നമ്മൾ സർബത്ത് കുടിച്ചതിന് ശേഷം നേരെ ഒന്ന് കിടന്ന് ഭയങ്കര ടയർഡാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉറപ്പിയിലൊക്കെ അവിടെ ഉറപ്പിച്ചു. കല്യാണം നമ്മൾ ഒക്ടോബറിലായിരിക്കും അല്ലേ ഗൈസ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ മന്ത് ഓൾമോസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നില്ല. സോ ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പിള്ളേര് ക്ലാസ്സിൽ പോയി സ്റ്റാർട്ട് ആയി അല്ലേ? അതന്നെ. നമ്മൾ കുറച്ച് നേരം കിടന്ന് എണീറ്റ് നമ്മൾ അവർക്ക് വായിട്ടൊക്കെ ഇതില്ലല്ലോ എന്ന്. നിങ്ങൾക്കൊരു ബായ് പറയാൻ വന്നത് ലൈക്കും കമന്റും ഇച്ചാൻ പറയുന്ന ലൈക്കും കമന്റും ചെയ്യാൻ പറയുന്നുണ്ട്. സോ ഗൈസ് ലൈക്ക് ആൻഡ് കമന്റ്. നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീഡിയോ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യും. Bye.